ജില്ലയുടെ മുക്കിലും മൂലയിൽ നിന്നുള്ളവർ പരാതിക്കെട്ടുമായി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഒഴുകിയെത്തി. എൻഡോസൾഫാൻ ഇരകൾ സഹായം തേടി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ കാഴ്ച കണ്ണുനിറയ്ക്കുന്നതായിരുന്നു. 13,000-ഓളം പരാതികളാണ് കാസർഗോഡ് നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ ലഭിച്ചത്. സംസ്ഥാനത്ത് ജനസമ്പർക്ക പരിപാടി പൂർത്തിയാക്കിയാൽ പരിപാടി വിലയിരുത്തി പാളിച്ചകൾ കണ്ടെത്താനായി സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഞാൻ എല്ലാ ജില്ലകളിലും വരും. തീരുമാനങ്ങൾ എടുത്തത് എത്രമാത്രം നീതിപൂർവമാണ്, എന്തെങ്കിലും അപാകതം വന്നിട്ടുണ്ടോ, കുറെ കൂടി ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് ജനസമ്പർക്ക പരിപാടിയിൽ എടുത്ത തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തുന്ന സംവിധാനവും ആലോചന. ഉദ്യോഗസ്ഥരെ എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പല വ്യവസ്ഥകളും പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നു. ജനങ്ങളെ അവഗണിക്കുന്നതും അവരുടെ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതും വളരെ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളെ അവഗണിക്കുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നു. ആ ഒരു ധാരണ ഉണ്ടാകുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. ഏറ്റവും അടിത്തട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വിഭാഗീയതയും രാഷ്ട്രീയ വ്യത്യാസവുമില്ലാത്ത ജനപങ്കാളിത്തമാണ് ജനസമ്പർക്ക പരിപാടിയുടെ വിജയം. കാസർഗോഡ് വെടിവെപ്പിൽ മരിച്ച ചെറുവത്തൂർ കൈതക്കാട്ടെ ഷഫീഖിന്റെ പിതാവ് മുസ്തഫ ഹാജിക്ക് മുഖ്യമന്ത്രി 5 ലക്ഷം രൂപ ധനസഹായം നൽകി. എൻഡോസൾഫാൻ ദുരിതം മൂലം മരിച്ച 53 പേരുടെ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകി. 300 പേർക്ക് പട്ടയ വിതരണം നടത്തി. BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ലഭിച്ച 1100 അപേക്ഷകളിൽ 900 പേരെ BPL ലിസ്റ്റിൽ പെടുത്തിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു.